ഹലോ ഗൈസ്, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്ന് ചിങ്ങം 1 1200 ആണ്. 1200 ചിങ്ങം 1 ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് കർഷക ദിനം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ഇന്ന് വനിതാ കർഷകയായിട്ട് നമ്മുടെ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൃഷിഭവൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദരവും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീട്ടമ്മയായ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്കൊരു നല്ല കർഷകയാവാൻ പറ്റിയതിലും ഇങ്ങനെ ആദരവ് കിട്ടുന്നതിലും ഒക്കെ നന്നായിട്ട്, അതേപോലെ കൃഷി വിളവെടുക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദരവ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. ബഹുമാനപ്പെട്ട നമ്മുടെ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ രാജൻ അമ്പാട് ഉദ്ഘാടനം തെരഞ്ഞെടുപ്പെട്ട കർഷകരെ ആദരിക്കലുമായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അവർക്ക്, മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സീത വി, ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീമതി റസീന വറോഡൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുഹമ്മദ് സാഹർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM നൗഫൽ തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഇന്ദിരായം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ മുസ്തഫ വറോഡൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉമ്മു സൽമ, വാർഡ് മെമ്പർമാരായ ശ്രീമതി മേരി സന്തോഷ്, അജിത് പി, എല്ലാവരെയും നമ്മൾ കർഷക ദിനം ആചരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. എല്ലാവരെയും കർഷക ദിനം ആചരിക്കുന്ന ഈ പരിപാടിയിലേക്ക് സഹൃദയം ക്ഷണിച്ചു സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരോടും പുതുതായിട്ട് നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തിന് വിപരീതമായിട്ട് നമ്മൾ വളരെ പരിമിതവും സീരിയസുമാണ് നമ്മുടെ കർഷക ദിനം ആഘോഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്തിലെ ആദരവ് ചടങ്ങാണ് തുടങ്ങുന്നത്. ഞാൻ അധ്യക്ഷ പ്രസംഗം പ്രസംഗിക്കുന്ന MLAക്ക് ഇനിയും 2 പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മുന്നോടിയായി നമുക്കറിയാം, ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ ഈ ചടങ്ങ് വളരെ ഗംഭീരമാക്കി ഘോഷയാത്രയോട് കൂടി നടത്താൻ തീരുമാനിച്ചതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള വയനാട് ജില്ലയിലുണ്ടായ ആ വലിയ ദുരന്തത്തെ ഒരു മിനിറ്റ് അനുശോചനം രേഖപ്പെടുത്തി പരിവർത്തനം. ഈ ചടങ്ങിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ അമ്പാടത്ത്, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച നമ്മുടെ കൃഷി ഓഫീസർ സത്നസ് മോൾ, അതുപോലെ തന്നെ വേണ്ടിയുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഗത്ഭയായ പ്രസിഡന്റ് ശ്രീമതി പ്രീത. കഴിഞ്ഞ കുറേ വർഷമായി കേരളം നമ്മുടെ കർഷകരെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൃഷിഭവനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിന്റെയും കൂടി സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരിക്കുന്ന ഒരു സുദിനമാണ്. ഇവിടെ കൃഷി ഓഫീസർ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെ ഓണം ആചരിക്കാൻ പറഞ്ഞപ്പോൾ അതിൽ സൂചന നൽകിയതുപോലെ നമ്മളെല്ലാവരും ഒരു വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ സഹജീവികൾ വയനാട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രകൃതി ദുരന്തത്തെ തുടർന്ന് ഒരുപാട് പേർ മരണപ്പെട്ടു.
ഒരുപാട് ആളുകൾക്ക് പരിക്കുകൾ പറ്റി, ഒരുപാട് ആളുകളുടെ ജീവനോപാധികളും വാസസ്ഥലങ്ങളും ഒക്കെ നഷ്ടമായി. അപ്പം അതിൻ്റെ ഒരു വലിയ പ്രയാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഇത്തവണത്തെ കർഷക ദിനം അതിൻ്റെ ആഘോഷങ്ങളൊക്കെ മാറ്റി, എന്നാൽ അതിൻ്റെ പ്രസക്തി, അതിൻ്റെ സന്ദേശം സമൂഹത്തിൽ ഒരിക്കൽ കൂടി അരക്കെട്ട് ഉറപ്പിക്കുന്ന വിധത്തിൽ ആ ദിനം ആചരിക്കാനാണ് നിർദ്ദേശപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർത്തിട്ടുള്ളത്. കാരണം ഈ നാടിനെ, ലോകത്തെ ഒക്കെ ഊട്ടുന്നത് കർഷകരാണ്. പിന്നെ ഒരു രാജ്യത്തിന്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ കാർഷിക സമൃദ്ധിയാണ്. നമുക്ക് വേണ്ട ധാന്യങ്ങൾ, നമുക്ക് വേണ്ട പച്ചക്കറികൾ, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കേണ്ടതാണ്. അതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. കൃഷിയോടൊപ്പം തന്നെ കന്നുകാലി പരിപാലനം, പാലും മുട്ടയും ഒക്കെ മനുഷ്യ ജീവന് ആവശ്യമുള്ള സംഗതികളാണ്. ഇതെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഒരു പാരമ്പര്യം അങ്ങനെയാണ്. കേരളം എന്ന് പറഞ്ഞാൽ കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ കർഷകരാണ് നമ്മുടെ നാടിന്റെ. ഇടക്കാലത്ത് കൃഷിന്നൊക്കെ എല്ലാവരും പുറപ്പെട്ടു, പക്ഷെ ഇപ്പൊ വീണ്ടും കൃഷി സജീവമായി. ചെറുപ്പക്കാർ പോലും ഹൈടെക് ഫാമിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നല്ല സൂചനകളാണ്. നമ്മുടെ നാടിന്, പ്രത്യേകിച്ച് കേരളത്തിന് രക്ഷപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം കൃഷി തന്നെയാണ്. ുണ്ട് സദസ്സിലുണ്ട്. അതിലേക്കാൾ ഉപരി നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് നമ്മൾ ആദരിക്കപ്പെടുന്ന നമ്മുടെ താരങ്ങളായിട്ടുള്ള കർഷകരുണ്ട്. ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മപുരം വളരെ നല്ല തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA, അതുപോലെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായ ചെയർമാൻ, ബ്ലോക്ക് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹദേവ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ, ഇന്ന് മറ്റു സഹമെമ്പർമാരെ, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരെ, ഇന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കർഷകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞാൽ തന്നെ നമ്മുടെ കർഷകരെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിനമായിട്ടാണ്. ഇന്നത്തെ ദിനം കർഷക ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. കർഷകനാണ് നാടിന്റെ നട്ടെല്ല്. കർഷകനില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സ്ഥിതി ഭയങ്കര മോശം തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല രീതികളിൽ നോക്കിയാൽ, ഏത് കൃഷി വെച്ച് നോക്കിയാലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന വിപണിയിൽ മതിയായ ഒരു വില കിട്ടുന്നില്ല, സർക്കാർ ഇതിന് പിന്തുണ കൊടുക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഒരു വർഷക്കാലം വരെ പഞ്ചാബില് കർഷക സമരം നടത്തി. പ്രശ്നം നടത്താൻ കൃഷി ചെയ്യുന്ന മനുഷ്യർക്ക് എത്രമാത്രം ബഹുമാനം കിട്ടുന്നു, അവർക്ക് എത്രമാത്രം അംഗീകാരം കിട്ടുന്നു. ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഒരാൾ വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കമുള്ള ബഹുമാന്യ വ്യക്തികളെ, ഈ കർഷക ദിനത്തിൽ ഇവിടെ ഒത്തുചേരാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നാം ഇന്ന് കർഷക ദിനം ആചരിക്കുകയാണ്. പണ്ടെല്ലാം കാർഷിക സ്ഥലങ്ങളിൽ പോയി, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കർഷകരുടെ കൂട്ടായ്മകൾ നടത്തിയിരുന്നു. ഇന്നതെല്ലാം ഹോളിൽ പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു കൂട്ടി ആചരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. കാർഷിക സമൃദ്ധിയോടുകൂടി രാജ്യത്തിന്റെ അഭിവൃദ്ധി നേടിയ ഒരു രാജ്യമാണ് നമ്മൾ. ഇന്നലെ വന്നപ്പോഴും നമ്മുടെ ബാപ്പുവൊക്കെ കൃഷിഭവനിലുണ്ട്. ഞാനിവിടെ കൃഷി ഓഫീസറായി ചാർജ് ചെയ്യുന്ന സമയങ്ങളിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, മറ്റു കർഷകരെ കൂട്ടി നിർത്തുന്ന ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ബാപ്പുവൊക്കെ പോലെ, അതേപോലെ കുറച്ച് കർഷക സുഹൃത്തുക്കൾ തന്നെയുണ്ട്. അപ്പൊ കർഷകരുടെ ഒരു പ്രായം ചോദിച്ചാൽ അതിനൊരു പ്രായമില്ല. അച്ഛനാട് പഞ്ചായത്ത് ചെന്നപ്പോൾ അവിടെ ചാപ്പപ്പറമ്പ് സ്കൂളിലെ ഒരു അദ്വൈത് എന്ന് പറഞ്ഞ ഒരു കുട്ടി കർഷകനെ സദസ്സ് പരിചയപ്പെടുത്തും. സ്കൂളിലും വീട്ടിലും നന്നായി പച്ചക്കറി അവന് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ അവൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ നമ്മുടെ എല്ലാ
മേഖലകളിൽ നിന്നും ഒരു റിട്ടയർമെന്റ് എടുത്തു കഴിഞ്ഞാലും റിട്ടയർമെന്റ് ഇല്ലാത്തൊരു മേഖലയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട AEO സാറ് ഗോപിനാഥൻ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം മണ്ണാർക്കാട് കുറെ വർഷം AEO ആയിരുന്നു. അദ്ദേഹം ചെറിയ പ്രായത്തിൽ നമ്മൾ കൈക്കോട്ട് കൊടുക്കാം. ശരിയാ കൈക്കോട്ട് മതിയായിരുന്നില്ലേ? സൂക്ഷിച്ചു ഉപയോഗിക്കണേ. BLM ബാങ്കാണ് കൊട നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ ജൈവ കർഷകരാണ്. ഗോപിനാഥ മാസ്റ്റർ ജൈവ കർഷകർ. ഇന്നത്തെ ആദരവൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് കൈക്കോട്ട്, പിന്നെ മടാള്, പിന്നെ ഒരു കൊട, പിന്നെ കുറച്ച് തൈകള്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു കർഷകയ്ക്ക് വേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി കൃഷി ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ.